ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ മുന്തിരി സ്ക്വാഷാണ്. മുന്തിരി സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം മുന്തിരി നന്നായി കഴുകി എടുക്കുക. കഴുകിയ മുന്തിരി ഒരു കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. മുന്തിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ല ജ്യൂസ് പോലെ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പഞ്ചസാര അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ തണുത്തതിന് ശേഷം മാത്രമാണ് മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അരച്ച ശേഷം നമ്മൾ ആ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലത്തെ എന്തെങ്കിലും കുരുക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു നമ്മളെ സ്ക്വാഷിന് അത് ഇതാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസൊന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ നാരങ്ങയുടെ ജ്യൂസിൻ്റെ ആവശ്യമില്ല. സ്ക്വാഷ് ഒന്നായി വരുമ്പോഴാണ് നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് ആ വെള്ളത്തിൽ ലയിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസിനെ അതിലോട്ട് ആഡ് ചെയ്യാൻ. പഞ്ചസാര ലായനി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീയൊന്ന് സിമ്മിലിട്ടതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ഉരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തീയൊന്ന് സിമ്മിലാണ്. പിന്നെ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുന്തിരിയുടെ ജ്യൂസ് അതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കട്ടിയിലൊക്കെ ആയിട്ടുണ്ട്. മറ്റേ നമ്മൾ ആദ്യത്തെ കുറച്ചൊരു ലൂസ് പരുവായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറും മാറി. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ആ സ്ക്വാഷിൽ നിന്ന് കുറച്ച് പത വന്നിട്ടുണ്ട്. അത് പഞ്ചസാരയുടെ വേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് അരിച്ചെടുക്കുക. പിന്നെ ഇപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം തണുത്തതിന് ശേഷം ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് സൂപ്പറാണ്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക.